ഈ കേരളത്തിലെ നിയമവിദ്യാഭ്യാസ മേഖല ഈ കുടുംബം അടങ്ങുന്നൊരു മാഫിയ സംഘം എങ്ങനെയാണ് തങ്ങളുടെ ചവിട്ടടിയിൽ പതിറ്റാണ്ടുകളായി നിർത്തിവെച്ചിരിക്കുന്നതാണ് ആദ്യമായിട്ട് അത് പറയാൻ പോവുക. ഈ സ്ത്രീ ഡയറക്ടറായിട്ടുള്ള സ്ഥാപനത്തിലാണ് ഈ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലേക്ക് ജഡ്ജിമാർ വന്ന് ഓരോ മീറ്റിംഗ് പങ്കെടുക്കുന്നത്. ഇത് ഈ പാവപ്പെട്ട ന്യായാധിപർക്ക് അറിയാവോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിയമവിദ്യാഭ്യാസ മേഖല പരിപൂർണമായി ഈ കുടുംബത്തിന്റെ മൂട് താങ്ങുകളുടെയും കീഴിലേക്ക് വരുന്നു. നമസ്കാരം. വിദ്യാഭ്യാസ ആവശ്യത്തിനായി സർക്കാർ വിട്ടു നൽകിയ ഭൂമി അനധികൃത നിർമ്മാണം നടത്തുന്ന തിരുവനന്തപുരം ലോ അക്കാഡമിയെക്കുറിച്ചുള്ള വാർത്തകൾ മുമ്പ് പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ മിന്നൽ പരിശോധന നടത്തി. ആ മിന്നൽ പരിശോധനയിൽ ഞെട്ടിക്കുന്ന അനധികൃത നിർമ്മാണങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, നമുക്ക് പലപ്പോഴും അത് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ ജുഡീഷ്യറിയുടെ ഭാഗമായിരിക്കുന്നവർ പോലും ഈ സ്ഥാപനവുമായി പുലർത്തുന്ന ബന്ധം കാരണം അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാർ, അദ്ദേഹം ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജുഡീഷ്യറിയുടെ ഭാഗമായിരിക്കുന്ന പലരും ഈ സ്ഥാപനവുമായും ഇതിലെ അംഗങ്ങളുമായും ഒക്കെ ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ എത്രത്തോളം ഇതിൽ നീതി പ്രതീക്ഷിക്കാം? ഇതിലെ വളരെ ഗുരുതരവും വളരെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള പല വിഷയങ്ങളും ഇതിനകത്ത് കിടപ്പുണ്ട്. ആ വിഷയങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, അങ്ങനെയുള്ള പല മേഖലകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഏറ്റവും നിർണായക പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഈ നിയമവിദ്യാഭ്യാസ മേഖല. സത്യത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയേക്കാൾ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നിയമവിദ്യാഭ്യാസ മേഖല. കാരണം നിയമവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അഭിഭാഷകരാണ്. മനസ്സിലായില്ലേ? അഭിഭാഷകരുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ലോ അക്കാഡമി നിങ്ങളൊരു LLB എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് കോടതിയിൽ വേണമെങ്കിലും പോയി വാദിക്കാം. സുപ്രീം കോടതിയിൽ വേണമെങ്കിലും പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വാദിക്കാം, മുനിസിപ്പൽ കോടതി മുതൽ. മനസ്സിലായില്ലേ? രണ്ട്, അവിടുന്ന് അല്ലെങ്കിൽ നിയമബിരുദം എടുക്കുന്നവർക്ക് ജില്ലാ കോടതിയിൽ ജഡ്ജാവാം, ഹൈക്കോടതി ജഡ്ജാവാം, സുപ്രീം കോടതി ജഡ്ജാവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നിയമവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഏറ്റവും നിർണായക പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഈ നിർണായക പ്രാധാന്യമുള്ള നിയമവിദ്യാഭ്യാസ മേഖല ഈ ലക്ഷ്മി നായരുടെയും കോലിക്കോട് കൃഷ്ണൻ നായരുടെയും അവരുടെ മരിച്ചുപോയ അച്ഛൻ നാരായണൻ നായരുടെയും ഒക്കെ നേതൃത്വത്തിൽ അന്ന് തുടങ്ങി വെച്ച കോലിക്കോട് കൃഷ്ണൻ നായരുടെ അച്ഛനല്ല, ചേട്ടൻ കോലിക്കോട് കൃഷ്ണൻ നായർ അല്ലെങ്കിൽ നാരായണൻ നായരുടെ നേതൃത്വത്തിൽ തുടർന്നു വെച്ച ഒരു മാഫിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ നിയമവിദ്യാഭ്യാസ മേഖല ലക്ഷ്മി നായരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ ചില ബന്ധുക്കളുടെയും അവരുടെ ചില ഏറാൻ മൂളികളുടെയും ഒക്കെ നിയന്ത്രണത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. ചില ഏറ്റവും സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു മേഖലയാണ് നിയമമേഖല. അതെ. ആ മേഖല യഥാർത്ഥത്തിൽ സംസ്ഥാനത്താണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ആ മേഖല നിൽക്കേണ്ടത്. ഇപ്പം നമ്മൾ കേരളത്തിലെ നിയമവിദ്യാഭ്യാസ മേഖല നമ്മൾ എടുത്തു നോക്കൂ. കേരളത്തിൽ ഒരു നാഷണൽ ജുഡീഷ്യൽ എന്നാണ് നുവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി, ജുഡീഷ്യൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്, നുവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി എറണാകുളത്തുണ്ട്. അതും കേരള ഗവൺമെൻറ് തന്നെ നിയന്ത്രണത്തിലുള്ളതാണ്. അത് കൂടാതെ 4 വലിയ ലോ കോളേജുകളുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോട്. അത് കൂടാതെ എല്ലാ സർവകലാശാലകളിലും നിയമം പഠന കേന്ദ്രങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് കൂടാതെ ഒരു 40ഓ 50ഓ സ്വകാര്യ ലോ കോളേജുകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒക്കെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്.
പക്ഷെ കേരളത്തിലെ നിയമവിദ്യാഭ്യാസ മേഖലയുടെ നിയന്ത്രണം പതിറ്റാണ്ടുകളായി ഈ ലക്ഷ്മി നായരും ഈ നാഗരാജ നാരായണനും ഈ കോലിക്കോട് കൃഷ്ണൻ നായരും അടങ്ങുന്ന ഈ ലക്ഷ്മി നായർ കുടുംബത്തിൻ്റെ നേരിട്ടും അല്ലാതെ അവരുടെയുള്ള മൂടുതാങ്ങുകളുടെ നിയന്ത്രണത്തിലാണെന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലം ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം, അതിന്റെ വളർച്ച ഉത്ഭവം നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നത്. ആ ലോ അക്കാദമിയുടെ ഡയറക്ടർ ലക്ഷ്മി നായരായിരുന്നു. ഏതാണ്ട് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഐതിഹാസികമായിട്ടുള്ള സമരമുണ്ട്. ആ സമരം നമ്മളിപ്പോൾ ഒന്ന് റീകളക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക്. ആ സമരത്തിലാണ് യഥാർത്ഥത്തിൽ വി മുരളീധരൻ 8-10 ദിവസം നിരാഹാരം കിടന്നത്. വി മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയൊരു ദിശാസന്ധിയായി മാറിയത് ആ നിരാഹാര സത്യാഗ്രഹം. അതിനുശേഷമാണ് അയാളുടെ വളർച്ച മുഴുവൻ ഉണ്ടാവും. അവിടെ 8-10 ദിവസം നിരാഹാരം കിടന്ന ഒരാൾ ഇന്ന് മന്ത്രിയാണ്. അയാളുടെ പേരാണ് കെ മുരളീധരൻ. ആ സമരത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ആരാണ്? അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ടുള്ള CPI ആയിരുന്നു. ആ സമരം ലോ അക്കാദമിയിലെ ആദ്യാവസാനം അനധികൃതവും ക്രമവിരുദ്ധവുമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് പറഞ്ഞിട്ടായിരുന്നു ആ സമരം. ആ സമരം ഒന്ന് വിജയിച്ചിട്ട് ലക്ഷ്മി നായർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ആ സമരത്തിൽ പങ്കെടുത്ത AISFകാർക്ക് അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനൻ രാജേന്ദ്രൻ പുത്തരിക്കണ്ടത്ത് വെച്ച് ചുവപ്പ് മാലയിട്ട് സ്വീകരിച്ച സംഭവമുണ്ട്. മനസ്സിലായി? അപ്പൊ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. ആ ലക്ഷ്മി നായരുടെ ഇന്നത്തെ അവസ്ഥ എന്താ, അതും കൂടെ നമ്മളൊന്ന് നോക്കണം. ഫുഡ് ബ്ലോഗർ അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, കൂടുതൽ പറഞ്ഞാൽ നമ്മൾ കേസിലേക്ക് പോകരുത്. പക്ഷേ അല്ല അതെ 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 ആണല്ലോ ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എനിക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് എനിക്ക്. കാരണം അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ വലിയ പണിയൊന്നും ഇല്ലാതായി. ഉടനെ അവരെന്താ ഇപ്പൊ ചെയ്യുന്നത്? ഫുഡ് ബ്ലോഗർ, ഫുഡ് ബ്ലോഗർ. അതെ 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 അതെ. അവർ ലോ അക്കാദമിയുടെ ഡയറക്ടർ സ്ഥാനത്ത് മാറിയെങ്കിലും സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ എന്താണ് ലീഗൽ റിസർച്ച് എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നിയമത്തിൻ്റെ മേഖലയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗവേഷണം നടത്തുന്ന ഒരു ചിരിക്കരുത് ഞാൻ പറയാൻ പോവാ. ഞാൻ കൂടുതൽ പറഞ്ഞപ്പോൾ കൂടുതൽ ചിരി വരും. അങ്ങനെ ഒരു സ്ഥാപനം അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെ. കഴിഞ്ഞ ആഴ്ച കള്ളിക്കാട്ട് ഒരു ഹോട്ടലിൽ അടുക്കളയിൽ ഗവേഷണം നടന്നത് ഞാൻ കണ്ടു. അല്ല അതൊരു ഫുഡിന്റെ ഒരു ഗവേഷണമാണല്ലോ. നമ്മൾ എല്ലാത്തിനും ഉണ്ടല്ലോ ഗവേഷണം. സെക്രട്ടേറിയറ്റിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ബഹുനില കെട്ടിടമുണ്ട്. അതിനാണ് കൽസാർ. അത് അഡ്വാൻസ്ഡ് ലീഗൽ റിസർച്ചാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഈ വനിത ഈ സാമൂഹ്യ മാധ്യമത്തിൽ നടത്തുന്ന കോപ്രായത്തരങ്ങൾ, അവരുടെ റീലുകൾ കൂടുതലൊന്നും എനിക്ക് പറയാൻ വയ്യ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേസ് വരും. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പോ ലജ്ജയോ ഉണ്ടെങ്കിൽ അവർ റീല് ചെയ്തോട്ടെ. അവർ പോയി മത്തിത്തലയോ അല്ലെങ്കിൽ മറ്റേ ഞണ്ടോ ഒക്കെ എടുത്ത് കടിച്ച് വലിക്കുകയോ എന്തെങ്കിലും പണ്ടാരെ അവർ കാണിക്കട്ടെ. അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ, നമുക്ക് അതിലൊന്നും കയറി പറയാൻ പറ്റില്ല. സ്ത്രീ സ്വാതന്ത്ര്യമാണല്ലോ, അവരത് ചെയ്തോട്ടെ. പക്ഷെ ആ ചെയ്യുന്ന സ്ത്രീ എന്തിനാണ് ഈ നിയമമേഖലയെ ഇത്രയും നാണം കെടുത്തുന്നതാണ് എൻ്റെ ചോദ്യം. കാരണം ഈ സ്ത്രീയാണ് അഡ്വാൻസ്ഡ് ലീഗൽ റിസർച്ചിന്റെ ഡയറക്ടർ. റീല് സത്യത്തിൽ ഈ മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോണ്ടല്ലോ അബദ്ധവശാല് ഇവരുടെ റീല് കയറി വരും. എന്റെ പൊന്ന് സുമേഷ്, സത്യം പറഞ്ഞ എന്ത് പറയാനാണ്. എനിക്ക് സത്യം പറഞ്ഞല്ലേ ഈ IAS അടുത്തൊക്കെ ഒരു ബഹുമാനമുണ്ട്. കാരണം നമുക്കൊരു എല്ലായിടത്തും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ അതോടുകൂടി ആ റെസ്പെക്ട് പോയത് ദിവ്യ അയ്യരോട് അവരുടെ ഒരു റീൽസോട് എത്രയോ വേദനയേക്കാൾ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ളവർ ഈ ഒരു മേഖലയുടെ എന്ത് നാണം കെടുത്തുകയാണ്. മനസ്സിലാക്കേണ്ടത് അവര് PhD ആണ്. നിയമത്തിൽ PhD ഉള്ള സ്ത്രീയാണ് അവര് നിയമത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് ഊളയിടുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയോ? ഈ സ്ത്രീ ഡയറക്ടറായിട്ടുള്ള സ്ഥാപനത്തിലാണ് ഈ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലേക്ക് ജഡ്ജിമാർ വന്ന് ഓരോ മീറ്റിംഗ് പങ്കെടുക്കുന്നത്. ഇത് ഈ പാവപ്പെട്ട ന്യായാധിപർക്ക് അറിയാവോ? ഞാൻ ചെയ്ത കഴിഞ്ഞ ആഴ്ച തന്നെ കുറേ സുപ്രീം കോടതി ജഡ്ജിമാരും ഹൈക്കോടതിയിൽ നിന്ന് ഒരു CS ഡയസ് എന്നൊക്കെ പറഞ്ഞൊരു ജഡ്ജൊക്കെ വന്ന് പങ്കെടുത്തു. ആ പങ്കെടുക്കുന്ന സ്ഥാപനം, ആ യോഗം സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഈ കൽസാറാണ്. ഈ കൽസാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ഇവര് നിങ്ങൾ ഈ പണിക്ക് ദയവ് ചെയ്ത് പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനം രാജിവെച്ചിട്ട് പോകൂ എന്ന് ഏതെങ്കിലും ഒരു ന്യായാധിപൻ പറയണ്ടേ? അത് പറയുന്നില്ല. ഗതികേട്. അപ്പൊ അതാണ് അവിടുത്തെ ഗതികേട്. അവിടെ നിൽക്കട്ടെ, അത് ഞാനിങ്ങനെ ആംശികമായി സൂചിപ്പിച്ചതേ. ഈ കേരളത്തിലെ നിയമവിദ്യാഭ്യാസ മേഖല
ഈ കുടുംബം അടങ്ങുന്ന ഒരു മാഫിയ സംഘം എങ്ങനെയാണ് തങ്ങളുടെ ചവിട്ടടിയിൽ പതിറ്റാണ്ടുകളായി നിർത്തിവെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ അത് പറയാൻ പോവുക. ഒന്ന് ലക്ഷ്മി നായർ ഞാൻ പറഞ്ഞു. ലക്ഷ്മി നായരിനകത്തൊരു അവിഭാജ്യ ഘടകം. ലക്ഷ്മി നായരുടെ സഹോദരൻ ഒരുത്തരുണ്ട്, അയാളുടെ പേരാണ് നാഗരാജൻ നാരായണൻ. അയാളാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ. അയാളെ മറ്റേ ബാർ കൗൺസിലിലേക്ക് വിടാൻ പോകുന്നു, അതിനെതിരായിട്ടുള്ള എതിർപ്പൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം. നാഗരാജൻ നാരായണനെ കുറിച്ചും കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നാഗരാജൻ നാരായണൻ്റെ കുടുംബാംഗങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഹീനവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള കഥകളുണ്ട്, നടന്ന സംഭവങ്ങളുണ്ട് അയാളുടെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അത് എല്ലാവർക്കും അറിയാം, കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അത് എത്ര ബോറായിരുന്നു, എത്ര മലീമസമായിരുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാളാണ് അതിൻ്റെ ഡയറക്ടർ, അയാൾ രണ്ടാമത്തെ ആൾ. ഇനി മൂന്നാമതൊരു പ്രധാനപ്പെട്ട ആളുണ്ട്. അയാളാണ് സമാധാനം നാരായണൻ നായരുടെ സഹോദരിയുടെ മകനാണെന്നാണ് ഞാൻ മനസ്സിലായത്. അയാളുടെ പേരാണ് NK ജയകുമാർ. അയാൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംസ്ഥാന സർവീസിലൊക്കെ കയറി. അയാൾ എന്തൊക്കെ ആയെന്നറിയോ? അയാൾ ലെജിസ്ലേറ്റീവ് സെക്രട്ടറി ആയി, അത് കഴിഞ്ഞ് അയാൾ നിയമ സെക്രട്ടറി ആയി, അത് കഴിഞ്ഞ് അയാൾ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായി, അയാൾ നാഷണൽ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ ലോ എന്ന് പറഞ്ഞിട്ടുള്ള നിയമ യൂണിവേഴ്സിറ്റി ഇല്ലേ, അതിൻ്റെ വൈസ് ചാൻസലറായി, പതിറ്റാണ്ടുകളോളം കേരള സർവകലാശാലയിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി. ഒരാളുടെ കഥയാണ് ഞാനീ പറയുന്നത്, ഒരേ ഒരാളുടെ. ഒന്നുകൂടെ ഞാൻ പറയാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവസാനം പറഞ്ഞു വന്നപ്പോഴത്തേക്കും മിക്കവാറും സുമേഷ് ആദ്യത്തെ മറന്നുപോയി കാണും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ലെജിസ്ലേച്ചർ സെക്രട്ടറി, നിയമ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവ്, പിന്നെ കേരള സർവകലാശാലയുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, നാഷണൽ ലീഗൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, ഇത്രയായിട്ടുള്ള ഇയാൾ കാൽ കാശിൻ്റെ നിയമ അവബോധം ഇല്ലാത്ത ആളാണെന്നാണ് അയാളുടെ കൂടെ ജോലി ചെയ്തവരുൾപ്പെടെ, അയാളുടെ എതിരാളികളല്ല, അയാളുടെ അനുകൂലികൾ ഉൾപ്പെടെ പറയുന്നത്. ഇത്രയും സ്ഥാനത്തിരുന്ന ഒരു 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 ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവ്. അയാൾ അവിടെ എന്ത് പണ്ടാരം ഉപദേശം കൊടുത്തെന്നുള്ളതാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ കണ്ടല്ലോ. നമ്മൾ മുഖ്യമന്ത്രിക്ക് അയാൾ നിയമോപദേശം കൊടുത്തു തന്നെയാണല്ലോ മുഖ്യമന്ത്രി ഇപ്പോൾ ചവിട്ടോട്ടെ കിടക്കും. അപ്പോൾ 5 സ്ഥാനങ്ങൾ അയാൾക്ക്, മനസ്സിലായില്ലേ? ഇനി ഇതിലേക്ക് പ്രത്യേകത്തിലേക്ക് ഞാൻ പോവാം. അതുപോലെ തന്നെ പിന്നെ വേറൊരുത്തരുണ്ട്, ഇയാളുടെ അനിയൻ ജയകുമാറിന്റെ അനിയൻ K അനിൽകുമാർ എന്നാണ് അയാളുടെ പേര്. അയാളാണ് ഡയറക്ടർ റിസർച്ച് ഇവിടുത്തെ ലോ അക്കാദമിയിലെ. അയാളുടെ പാരമ്പര്യം എന്നറിയാം. അയാൾ 2-3 പതിറ്റാണ്ടുകാലം ജോലി ചെയ്യുന്ന ഈ നിരോധകം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അവിടുന്ന് ജോലി ചെയ്ത ആൾ റിട്ടയർ ചെയ്ത് ലോ അക്കാദമിയിൽ വന്നപ്പോഴത്തേക്കും അയാളുടെ മുറിയുടെ പുറകിൽ ഒരു ബോർഡ്, പുറത്തൊരു ബോർഡ്, പ്രൊഫസർ. 16 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പ്രൊഫസർഷിപ്പ് കിട്ടുള്ളൂ. അയാൾ അവിടെ നിന്ന് പ്രൊഫസറായി. അപ്പം ലക്ഷ്മി നായരുടെ സഹോദരൻ നാഗരാജ നാരായണൻ, ലക്ഷ്മി നായരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ NK ജയകുമാർ, ജയകുമാറിൻ്റെ സഹോദരൻ അനിൽകുമാർ. ഇത്രയായല്ലോ. ഇനി ഇത്രയാണ് ഇവരുടെ ബന്ധുക്കളുടെ ഇടപെടലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഇതിനകത്തൊക്കെ നമ്മളിപ്പം ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദീർഘകാലത്തെ ഹെഡെന്ന് പറയുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിൽ നടക്കുന്ന PSC വഴിയുള്ള നിയമനങ്ങളിലെല്ലാം എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഇയാളാ വരിക. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് പിന്നെ PSCയിലും എല്ലാം കയറി വരുന്നത്. ഇനി ഇവരുടെ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുക ചെയ്യുന്ന ഒരു നിയമ വിദഗ്ധനുണ്ട്. അയാളുടെ പേരാണ് KC സണ്ണി, ഡോക്ടർ KC സണ്ണി. അയാളും കാൽപൈതിക്ക് വിവരവും ബോധവും ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ അറിയാൻ മേലാത്തവരാണെന്നാണ് ഈ നിയമ വിദ്യാഭ്യാസ മേലപ്പെടും. അയാളും പിന്നെ എനിക്കൊന്ന് ഈ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി. പിന്നീട് അയാളെ നുവാൽസിൻ്റെ വൈസ് ചാൻസലറാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ കേരളത്തിൻ്റെ നിയമവിദ്യാഭ്യാസ മേഖല പരിപൂർണമായി ഈ ഒരു മാഫിയ നിയന്ത്രിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കേട്ടെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ 4 സർക്കാർ പിന്നെ ലോ കോളേജുകളിലും പിന്നെ ഈ NK ജയകുമാർ എന്ന് പറഞ്ഞ അയാൾക്ക് വേണ്ടപ്പെട്ടവരെ പ്രിൻസിപ്പളാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കേരളത്തിലെ വേറൊരു മേഖലയിലും ഈ ഒരു ആധിപത്യ ഒരു കുടുംബത്തിനെ കാണില്ല. ഈ കുടുംബം ആധിപത്യം ശ്രമിക്കുന്ന പിന്നെ ആധിപത്യം ഉണ്ടാക്കുന്നുണ്ടുള്ള കുഴപ്പം എന്താ? ലോ അക്കാദമി എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ അപ്രഭാവത്വമാണ് എല്ലായിടത്തും നടപ്പിലാകുന്നത്. എല്ലാ കോടതികളിലും അത് വരും. കാരണം കോടതികളിലേക്കല്ല, കോടതി അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മേഖലകളിലും അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ കോടതികൾ ഉൾപ്പെടുമല്ലോ. ഇനി മറുവശത്ത് അവിടുന്ന് പഠിച്ചു പോകുന്നവര് പിന്നെ ന്യായാധിപന്മാരാവും അവിടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ന്യായാധിപന്മാരെ എല്ലാം ഇവന്മാരുടെ കോളേജിലേക്ക് വിളിച്ചുകൊണ്ട് വരും.
പരിപാടിയിൽ കൈപിടിച്ചു അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അവിടെ ഗസ്റ്റായിട്ട് വരുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ന്യായാധിപന്മാർ വന്നിട്ടങ്ങ് പോകും, അവർ നല്ല സ്വീകരണം കിട്ടി അവരങ്ങ് പോകും. പക്ഷെ അത് എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള ഒരു പിന്നെ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ കൊണ്ടുവരട്ടോ, സൂക്ഷിച്ചോണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഇപ്പം അതേ നോക്കിയേ, ലോ അക്കാദമിയിലെ 15 പിള്ളേർക്ക് റാങ്ക്, അതായത് 2022-25 പിന്നെ യൂണിറ്ററി LLB കോഴ്സിന്റെ റിസൾട്ട് വന്നപ്പോൾ 1 മുതൽ 15 വരെ റാങ്കുകൾ ലോ അക്കാദമിയിൽ പഠിച്ച ലോ അക്കാദമിയിൽ പഠിച്ച പിള്ളേർ. ഇവിടെ 4 ലോ കോളേജുകളുണ്ട്, ഇവിടെ ലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവിടെ കുറേ സ്വകാര്യ കോളേജുകളുണ്ട്. അവർക്കൊന്നും ഒന്നുമില്ല, എല്ലാം ഇവർക്ക് തന്നെ. അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ അനിൽകുമാർ ജി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പ്രൊഫസർ ഒരാളുണ്ട്. അയാൾ വൈവ ബോർഡിലുണ്ടായിരുന്നു. ഈ എന്താണ് വാല്യുവേഷൻ ക്യാമ്പിൻ്റെ എന്തോ തലവനും അയാളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം എന്താ സംഭവിക്കുന്നത്? നിയമവിദ്യാഭ്യാസ മേഖല പരിപൂർണമായി ഈ കുടുംബത്തിൻ്റെ മൂട് താങ്ങുകളുടെയും കീഴിലേക്ക് വരുന്നു. ഇനി ലോ അക്കാദമി നമ്മൾ എടുക്കൂ. ലോ അക്കാദമിയിൽ ഇന്നലെ മിന്നൽ സന്ദർശനം നടത്തിയല്ലോ. കാരണം ബാർ കൗൺസിൽ ഇതൊക്കെ പരിശോധിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും എന്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ ഒരു പിന്നെ മുരടനക്കം പോലും വരാത്തത്? അവരെന്താ ചെയ്യുന്നത്? ഒന്ന്, സർക്കാരിൻ്റെ 500-600 കോടി രൂപയുടെ സ്വത്ത് ഒരു 30-40 വർഷമായിട്ട് കയ്യിൽ വെച്ചിരിക്കുക. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്? ഒരു കുടുംബം അനധികൃതമായി 600 കോടി രൂപയുടെ സ്വത്ത് 968 മുതൽ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ചെറിയ ഏതെങ്കിലും ഒരു 10 സെന്റ് കയ്യേറി അവൻ അകത്ത് പോകുന്നിടത്താണ് ഈ 600 കോടി രൂപയുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. 11.49 ഏക്കർ. എന്തുകൊണ്ടാണ് ആരും അനങ്ങാത്തത് നോക്കിയാൽ ഇന്നത്തെ രാഷ്ട്രീയ മേഖലയിൽ ഇടതിലും വലതിലും അവിടുന്ന് പാസ്സായിട്ട് പോയവരുടെ ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. ഏറ്റവും പുതിയതായിട്ട് ഞാൻ പറയാം, കേരളത്തിന്റെ സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ LLM പഠിച്ചത് ലോ അക്കാദമിയിൽ നിന്നാണ്. തിരുവനന്തപുരം ലോ അക്കാദമി LLM പഠിച്ചത്. അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി മണ്ണന്തല അജിത്ത് LLM പഠിച്ചത് ലോ അക്കാദമിയിൽ നിന്നാണ്. എത്രയോ പിന്നെ മന്ത്രിമാർ അവിടുന്ന് പഠിച്ചിരിക്കുന്നു, എത്രയോ MP-മാർ പഠിച്ചിരിക്കുന്നു, എത്രയോ MLA-മാർ പഠിച്ചിരിക്കുന്നു, ഇടതിലും വലതിലും. അങ്ങനെ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് സർക്കാരിൻ്റെ 500 കോടി 600 കോടിയുടെ സ്വത്ത് കയ്യിൽ വെച്ചിട്ടും ഈ ഇടതുകാരനും വലതുകാരനും ഉണ്ടാത്തത്. നമ്മൾ ഒറ്റ കാര്യം മാത്രം നോക്കിച്ചാൽ, ഞാനിത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയാം. 75% അറ്റൻഡൻസ് ഒരു സെമസ്റ്ററിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഞാനത് മാത്രമേ പറയുന്നു. 75% അറ്റൻഡൻസ്. ഞാനൊക്കെ LLBക്ക് പഠിച്ച എനിക്കറിയാം അറ്റൻഡൻസിൻ്റെ പ്രയാസം. ഈ VD സതീശൻ അവിടെ LLMന് പഠിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അയാൾക്ക് 75% അറ്റൻഡൻസ് ഉണ്ടാക്കാൻ കഴിയുക? അയാൾ പറവൂർ MLA അല്ലേ? ഏത് കാലത്താണ് അദ്ദേഹം LLM എടുത്തത്? ഇപ്പം ഞാൻ പറയാം, ഏത് കാലത്തായാലും അയാൾ 91 പോലെ MLA അല്ലേ? എത്രയോ MLA-മാരും എത്രയോ മന്ത്രിമാരും ഒക്കെ അവിടുന്ന് അഡ്വക്കേറ്റ്സ് ആയിരിക്കുന്നു. അവർക്കൊക്കെ 75% അറ്റൻഡൻസ് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ അത് കൃത്രിമമാണെന്നുള്ളത് വ്യക്തമല്ലേ? കാരണം ഫുൾ ടൈം പൊളിറ്റീഷ്യൻസിന് എങ്ങനെയാണ് 75% അറ്റൻഡൻസ് കിട്ടത്തക്ക വിധത്തിൽ അവിടെ വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുക? കൃത്രിമമാണ്. അത് യാതൊരു സംശയവുമില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവരുടെ പരീക്ഷ എഴുതിയത് ആരാണ് എന്താണ് ആർക്കും ഒരു പിടിയില്ല. മനസ്സിലായി? ആ ലിസ്റ്റ് നോക്കി നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അനങ്ങത്തില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ അടിമുടി പിന്നെ കൃത്രിമം ആണെന്ന്. നടന്നിട്ടുണ്ട്. 1200 പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. 1200 പിള്ളേർ LLM LLB ഒക്കെ ആയിട്ട്. 60 പിള്ളേർക്ക് ഒരു മുറി വേണമെന്നാണ് പറയുന്നത്. ക്ലാസ് മുറി. അവിടെ എത്ര ക്ലാസ് മുറി ഉണ്ട്? അവിടെ ചെന്നിട്ട് ഈ മിന്നൽ ടീം അവിടെ ചെന്നല്ല അവർ പരിശോധിച്ച് നോക്കിയപ്പോൾ അവർ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാം, 1200 പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 ലക്ഷമാണ് ഒരു വർഷത്തെ വരുമാനം. 1200 ലക്ഷം. 12 കോടി. മനസ്സിലായോ? ഒരു വർഷത്തെ. നമ്മുടെ എത്ര വർഷമായി ഇവർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ, എത്ര അധ്യാപകർക്ക് UGC ക്വാളിഫിക്കേഷൻ ഉണ്ട്, എത്ര അധ്യാപകർക്ക് UGCയുടെ ശമ്പളമുണ്ട്. അവിടെ പഠിക്കുന്ന LLM-ന്റെ വിദ്യാർത്ഥികളെ കൊണ്ടുപോലും അവിടെ ക്ലാസ് എടുപ്പിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. LLM-ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, LLBക്ക് ക്ലാസ് എടുപ്പിക്കുന്നു എന്നാ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് കോപ്പിഡി എന്നൊക്കെ പറഞ്ഞാൽ വ്യാപകമാണെന്നൊക്കെ കേൾക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും അവസാനം കേട്ടെന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ കൺട്രോളർ അവിടെ പഠിച്ചതാണെന്നാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് LLB എടുത്തതാണ് പരീക്ഷാ കൺട്രോളർ. ഏത് കേരള യൂണിവേഴ്സിറ്റി.
അപ്പോൾ ലോ അക്കാദമിയിലേക്ക് സ്ക്വാഡ് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവിടെ വിവരം കിട്ടും. ലോ അക്കാദമിയിൽ ഇവിടെ വിവരം കിട്ടും. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ക്വാഡ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കാൻ കേട്ടെന്നറിയാം. പുറത്തുകൂടെ അവിടുത്തെ പ്യൂണോ ക്ലർക്കോ സ്ക്വാഡ് വരുന്നു വിളിച്ചുകൊണ്ടു. ശരി. അടുത്ത കാലത്ത് കണ്ട് 15 SFI പിള്ളേരുടെ നിന്ന് കോപ്പി പിടിച്ചു എന്ന് പറഞ്ഞ് മൊബൈൽ പിടിച്ചു. ഒരു നടപടിയില്ല. മനസ്സിലായില്ലേ? ഇനി ഏറ്റവും അവസാനം കേട്ടോന്നറിയോ? ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, LLBയുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ്. ആദ്യം 10-8 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയായിരുന്നു. പിന്നെ എന്തോ വലിയ വിമർശനമൊക്കെ ഉണ്ടായി, വീട്ടിൽ കൊണ്ടുപോയിട്ടാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴും LLBയുടെ പരീക്ഷാ പേപ്പർ വീട്ടിൽ പോയാൽ നോക്കുന്നത്. ഈ പരീക്ഷാ പേപ്പർ വീട്ടിൽ കൊണ്ടുപോയാൽ നോക്കുന്നത്. ഇനി ഏറ്റവും അവസാനം കേട്ടെന്നറിയോ? പിള്ളേർ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ എക്സ്ട്രാ പേപ്പറുകൾ നമ്മൾ എഴുതി വെക്കുമ്പോഴത്തേക്ക് ട്വൈൻ നൂല് മേടിക്കുമല്ലോ കെട്ടാൻ. ആ ട്വൈൻ നൂല് യൂണിവേഴ്സിറ്റിയാണ് നേരത്തെ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഓരോ കോളേജുകളാണ് ട്വൈൻ നൂല് കൊടുക്കുന്നത്. അപ്പോൾ ലോ അക്കാദമിയിലുള്ള പിള്ളേരുടെ പിന്നെ പേപ്പർ അറിയാൻ വേണ്ടിയിട്ട്, ഹാൻഡ് റൈറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് പേപ്പർ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ട്വൈൻ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക കളറുകൾ കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ നിലയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ, ക്രമവിരുദ്ധം, അനധികൃത സ്വഭാവങ്ങൾ അവിടെ നടക്കുന്നു. അതൊന്നും നടന്നാലും ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്താണ് ഭീഷണിപ്പെടുത്തുന്നു? ഒരു വശത്ത് ഇടതിൻ്റെയും വലതിൻ്റെ ഇപ്പം നമ്മൾ തന്നെ, ഞാൻ തന്നെ കൊണ്ടുവന്നു ജയതിലക് ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റുഡൻറ്റ് നയത്തിൽ ആലോചിച്ച് നോക്ക്. ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തും അയാൾക്കും 75% അറ്റൻഡൻസ്. 12 മണിയായപ്പോൾ പോലും ചീഫ് സെക്രട്ടറി വീട്ടിൽ പോകാൻ പറ്റില്ല. അയാൾക്ക് 75% അറ്റൻഡൻസ്. അതിൻ്റെ രേഖ തന്നെ ഞാൻ പുറത്തു കൊടുക്കുന്നു. എനിക്കൊരു കേസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വശത്ത് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതും വലതും MLA-മാർ മാത്രമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മാധ്യമപ്രവർത്തകർ, നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാവരും ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിലുള്ളവരും അവിടുത്തെ ഉപഭോക്താക്കൾ, ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് പാടില്ല. അവിടെ ഷിഫ്റ്റ് ഉണ്ട്. ഈവനിങ് കോഴ്സ് നടത്തിയിട്ട് വർഷങ്ങളായി. അവിടെ ഈവനിങ് കോഴ്സ് നടത്തിയിട്ട് സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, എല്ലാ മേഖലകളിലുള്ളവരും അവിടുന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. അതെല്ലാം വ്യാജമായിട്ടുള്ള ഇതിലാണ് പഠിച്ചിറങ്ങുന്നത്. ഇന്ന് പരീക്ഷ ആരാ എഴുതുന്നത്, എന്താ എഴുതുന്നത്, ആരും ഒരു പിടിയില്ല. കാരണം എല്ലാം ഇവരുടെ ആളുകളാണ്. യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ഇവരുടെ, എല്ലായിടത്തും ഇരിക്കുന്ന ആളുകൾ ഇവരുടെ. യൂണിവേഴ്സിറ്റിയിൽ വലിയ സ്വാധീനം, ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ സ്വാധീനം, നിയമ സർവകലാശാലയിൽ സ്വാധീനം, ലോ കോളേജുകളിലും അവരുടെ സ്വാധീനം. അപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ വലിയ വമ്പൻ പരിപാടികൾക്ക് വരുന്നത് എവിടെയാണ്? ലോ കോളേജിലല്ല, അല്ലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലല്ല, ലോ അക്കാദമിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ പിന്നെ ഹൈക്കോടതി ഒരു ജഡ്ജിയും സുപ്രീം കോടതി 2 ജഡ്ജിമാരും വന്നിട്ട് പോയി ഇവിടെ ലോ അക്കാദമിയിൽ. 3 മാസം മുമ്പ് ഒരു വലിയ സെമിനാർ പിണറായി സർക്കാർ എന്ന് പറഞ്ഞു. അപ്പോഴും സുപ്രീം കോടതി ജഡ്ജിമാർ വന്നു. അതും ലോ അക്കാദമിയായിട്ട് ചേർന്നിട്ടല്ല, ലോ കോളേജുമായിട്ട് ചേർന്നിട്ടല്ല. മനസ്സിലായി? അപ്പോൾ ഇത് പിന്നെ എന്നിട്ട് പിന്നെ എല്ലാ മേഖലയിലുള്ള അധ്യാപകർ അവിടെ ഉണ്ട്, അല്ലെ എല്ലാ മേഖലയിലുള്ളവർ അവിടുന്ന് പാസ്സായി പോകുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉണ്ടില്ല. ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ അവിടുന്ന് പോകുന്നു. അതുകൊണ്ട് കോടതിയിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പിന്നെ ഭീഷണി. ആ നിലയിൽ കേരളത്തിൻ്റെ നിയമവിദ്യാഭ്യാസ മേഖല ഒരു കുടുംബം പതിറ്റാണ്ടുകളായി ചവിട്ടടിയിൽ വെച്ചിരിക്കുന്ന നീചവും നികൃഷ്ടവും ദയനീയവുമായിട്ടുള്ള ഒരു സംഭവമാണ് കേരളത്തിലുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നത്, ഞാൻ പറയുന്നു, പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഇതിലകത്തൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഒന്ന്, ഈ നിയമവിദ്യാഭ്യാസ മേഖല ഒരു കയ്യിൽ വെച്ചിരിക്കുന്നു. 2, 500 കോടി രൂപയുടെ സ്ഥലവും ഒരു കയ്യിൽ വെച്ചു. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇതിനെതിരെ നിരന്തരമായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ചർച്ചകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം, പിള്ളേരെ കൊണ്ട് മാനനഷ്ട കേസ് കൊടുപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ പെണ്ണുകേസിൽ കുരുക്കണം എന്നൊക്കെയുള്ള നിലയിൽ വരെ അവിടെ ചർച്ച നടന്നു എന്നാണ്. പെണ്ണേസിൽ കുരുക്കണമെങ്കിൽ സാറിന്റെ ഭാര്യ വിചാരിച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ഇടപെടുന്ന ഒരു വനിതയായിട്ട് മാത്രമേ ഞാൻ ഇടപെടുന്നുള്ളൂ. അതെന്റെ ഭാര്യ. എൻ്റെ 2 മക്കളും ആമക്കളായതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമില്ല എൻ്റെ കൂട്ടത്തിൽ. അപ്പൊ ഭാര്യയായിട്ട് മാത്രമേ. ഈ ഭാര്യ എനിക്കെതിരെ, ഭാര്യ ഈ പെണ്ണ് കേസിൽ കുരുക്കുമെന്നാണോ ഇവർ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ബസ്സിൽ പോകുമ്പോൾ സൂക്ഷിച്ചു വേണം, കാരണം ഷിംജിത മുസ്തഫയുടെ കാര്യം അറിയില്ല. സംശയമൊന്നുമില്ല, വളരെ വളരെ സൂക്ഷിക്കണം. ഞാനിപ്പോൾ ഇന്നലെ ഞാനിപ്പം പിന്നെ CCTV നമ്മുടെ വീട്ടിൽ എത്ര വർക്ക് ചെയ്യുന്നില്ല, അതൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്നെ പെണ്ണ് കേസിൽ കുരുക്കാൻ പിന്നെ ഈ നാഗരാജനും ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ മറ്റേ ജൗകൂടീയത്തിൽ കിടക്കുന്ന അച്ഛൻ നാരായണൻ നായരും എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും. അത് വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. 64 വയസ്സ് വരെ ഞാൻ ജീവിച്ചു. പിണറായി വിജയനെതിരെ സമരം ചെയ്തിട്ടും എനിക്കൊരു ആരോപണം കൊണ്ടുവരാൻ പറ്റാത്തത്. പക്ഷേ
ഇവന്മാർ ഇങ്ങനെ ലോ കോളേജിലെ ഒരു അധ്യാപനെ 92 ദിവസം ജയിലിൽ ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കെതിരെ ചെയ്യുന്നില്ല. അവിടുത്തെ ലോ കോളേജിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പരാതിയിന്മേൽ ഒരു അധ്യാപകനെ 92 ദിവസം പിന്നെ പെണ്ണ് കേസിൽ കുരുക്കി ജയിലിട്ടിട്ടുണ്ട്. എന്തിന്? അയാൾ ലോ അക്കാദമിക്കെതിരെ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ. ഞാൻ പേര് ഞാൻ കൂടുതൽ പറയുന്നില്ല. അയാൾ 92 ദിവസം കിടന്നാ. പക്ഷെ അയാൾ പറഞ്ഞ പോലെ ആത്മഹത്യം ചെയ്തില്ല, ജീവിച്ച് രക്ഷപ്പെട്ട് പോയി അയാൾ. അപ്പം അതുകൊണ്ട് ലോ അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളരിപ്രാവാണെന്നും ഒരു വിശുദ്ധ സ്ഥാപനമാണെന്നും പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഒരു പതിറ്റാണ്ട് മുമ്പ് ലോ അക്കാദമിക്കെതിരെ സമരം നടത്തിയതിൽ ഒരു പ്രമുഖൻ വി മുരളീധരനും, ഒരു പ്രമുഖൻ കെ മുരളീധരനും, ഒരു പ്രമുഖൻ കാനൻ രാജേന്ദ്രനും ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊന്നും പറഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ എല്ലാ മുന്നണികൾക്കും ഇതിൽ പങ്കുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ ഈ നമ്മുടെ അഭിമുഖം തീർക്കുമ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ സമര പോരാട്ടത്തിലെ നമ്പർ 1 ഇഷ്യൂ ഇതാണ്. ഇവരുടെ ഭൂമിയും പിടിച്ചെടുക്കണം. ഈ അനധികൃതമായിട്ടുള്ള സ്ഥാപനം നടത്തുന്ന ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ യോഗ്യതയില്ല. ഇത് രണ്ടും നടപ്പിലാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ VS അച്യുതാനന്ദൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ അത് ഞാൻ സാധ്യമാക്കിയെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ നാളെ കഴിഞ്ഞ് ഞാൻ വൈസ് ചാൻസലറെ കണ്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ഗവർണറെ കണ്ട് പരാതി കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ആഴ്ച റോജി ജോണിനെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നാളെ കോടതിയിൽ പോകണമെങ്കിൽ ഞാൻ കോടതിയിലും പോകും. ഈ തട്ടിപ്പ് ഈ കേരളത്തിൽ അനുവദിക്കാൻ ഒരു കാരണവശാലും, ഞാൻ വലിയ ശക്തനും വലിയ ഇവനാണെന്നൊന്നും എൻ്റെ വാദമില്ല, പക്ഷെ ഞാൻ അനുവദിക്കില്ല എന്നാണ് എനിക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പൊതുമണ്ഡലത്തോടും ഈ ലോ അക്കാദമിയുടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിനോടും എനിക്ക് സൂചിപ്പിക്കാം. തീർത്തും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ മുമ്പ് തന്നെ പുറത്തു വന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർ പലരും നിയമ സംവിധാനത്തിൻ്റെ തലപ്പത്തും സ്ഥാനങ്ങളിലുമൊക്കെ ഇരിക്കുമ്പോൾ നീതി എത്രത്തോളം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 11.5 ഏക്കറോളം, ഏകദേശം 300 കോടിയോളം രൂപയുള്ള 500 കോടിയോളം രൂപ മൂല്യമുള്ള വസ്തു കൈയടക്കി വെച്ചിട്ട് ഈ പൊതുസമൂഹത്തെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അതിൻ്റെ പ്രതിഫലമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏത് വൻമരവും കടപിടക്കി വീഴുന്ന ഒരു ദിവസം ഉണ്ടാകും. അതുതന്നെയാണ് പ്രതീക്ഷയും.